ഹായ് ഓൾ, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാടമുട്ട മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാമെന്ന് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാടമുട്ട എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കാടമുട്ട ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കാടമുട്ടൊക്കെ തൊലിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ ഇത് അത്യാവശ്യം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഏകദേശം ഇതിങ്ങനെ വറ്റി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൊലിച്ച് വെച്ചിട്ടുള്ള നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കാടമുട്ട. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കി ഇതിന്മേൽ യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാടമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.